പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ 1-ാമത്തെ യൂണിറ്റിലെ പഴഞ്ചൊൽ പെരുമ എന്ന പാഠഭാഗമാണ്. കാക്കിരി പൂക്കിരി എന്ന കവിതയും തിന്താരോ തക എന്ന പാട്ടും നമ്മൾ പഠിച്ചു. പാട്ടിലും കവിതയിലും മാത്രമാണോ ഈ താളമുള്ളത്? പാട്ടിലും കവിതയിലും മാത്രമല്ല, ചൊല്ലുകളിലും താളമുണ്ട്. ഈ വിവരണം വായിക്കൂ. പഴഞ്ചൊൽ പെരുമ. നാരങ്ങപ്പാല് ചൂട്ടയ്ക്ക് 2, ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ, ഓടി ഓടി വരണ കള്ളനെ പിടിച്ചേ. പൊടിപാറിയ കളിയാണ് മുറ്റത്ത്, ആകെ കൂക്കും വിളി, ബഹളമയം. എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ? അമ്മയാണ്. ഹായ്, നെയ്യപ്പത്തിൻ്റെ മണം, കുട്ടികൾ ആർത്ത് വിളിച്ചു. ഓ, കളിയൊക്കെ നിർത്തിയോ? എന്താണിപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത്? അതങ്ങനെയാ, അരയെറിഞ്ഞാൽ 1000 കാക്ക എന്നല്ലേ? അല്ല, നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത്? ബേബിയെ നോക്കി അമ്മ ചോദിച്ചു. അതേ, കളിക്കാനും കൂടിയിട്ടില്ല. തലവേദനയും പനിയുമാണത്രേ അവൾക്ക്. വയറുവേദനയുണ്ട്, ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു. എന്നാൽ ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ? അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു. വേണ്ടമ്മേ, എനിക്ക് വയ്യ, ബേബി ചിണുങ്ങി. കഷ്ടം തന്നെ, എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം. അത് തിന്നാറായപ്പോഴോ ആലൻകായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന നിലയിലായി അവളുടെ കാര്യം, അമ്മ വിചാരിച്ചു. ബേബിക്കുട്ടിയെ, മോളുടെ പനി മാറുമ്പോൾ അമ്മ നെയ്യപ്പം ഉണ്ടാക്കിത്തരാം കേട്ടോ. ബേബിയെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി. മുറ്റത്തു നിന്നും വീണ്ടും ബഹളമുയർന്നു, കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തൂ, എഴുതൂ എന്നതാണ്. പഴഞ്ചൊല്ലുകൾ ഏതൊക്കെയെന്ന് നോക്കാം. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ, അരിയെറിഞ്ഞാൽ 1000 കാക്ക, ആലൻകായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ണ്. അടുത്ത പ്രവർത്തനം നോക്കാം. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അത് കാക്കകളെക്കുറിച്ച് മാത്രമാണോ? കാക്കകളെക്കുറിച്ച് മാത്രമല്ല, ശാന്തമായ അന്തരീക്ഷത്തിൽ ചെറിയ ഒരിടപെടൽ വലിയ പ്രതികരണം ഉണ്ടാക്കാം എന്ന അർത്ഥത്തിലാണ് ഈ ചൊല്ല് പ്രയോഗിക്കുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത്? കാക്കയുടെ വരവിനെ മാത്രമല്ല ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്. ഒരു ചെറിയ കാര്യത്തിന് വലിയ പ്രതികരണം ഉണ്ടാകുന്നു എന്നാണ് ഈ പ്രയോഗത്തിലൂടെ മനസ്സിലാകുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. ഈ ചൊല്ലുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ, മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കൂ. കുറച്ച് വാക്കുകളിലൂടെ കൂടുതൽ വലിയൊരു ആശയം പറയുന്നു. ഓരോ ചൊല്ലും ഓരോ ജീവിത പാഠങ്ങളാണ്. ചൊല്ലുകളിലൂടെ ഭാഷയുടെ സൗന്ദര്യം മനസ്സിലാക്കാം. അടുത്ത പ്രവർത്തനം നോക്കാം. ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ, വാക്കുകൾ, അതായത് പദക്കൂട്ടുകൾ എന്നിവ എഴുതി നോക്കൂ. ബലൂൺ പോലെ വാക്ക് പറന്നു, പിടിക്കാൻ ആരുമില്ല. അവിടെ എവിടെ പറഞ്ഞ വാക്ക് നിയന്ത്രണം വിട്ടു. പെൻസിലിനൊപ്പം സ്നേഹവും പങ്കിട്ട കൂട്ടുകാരി, സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്ന സുഹൃത്ത്. അടുത്ത പ്രവർത്തനം നോക്കാം. ഒരു പഴഞ്ചൊല്ലും അതിന് ചേരുന്ന ചിത്രവുമാണ് ചുവടെയുള്ളത്. അത് നോക്കൂ. ഒരുമ തന്നെ പെരുമ. പഴഞ്ചൊല്ലിനെ പറ്റി ചിത്രത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം? ഉറുമ്പിനെ ഒരിക്കലും ഒറ്റയ്ക്കെടുക്കാൻ കഴിയാത്ത ഒരു അരിമണിയാണ് അവർ ഒരുമിച്ചെടുത്തിരിക്കുന്നത്. ഐക്യമുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും സാധിക്കാം. പഴഞ്ചൊല്ലുകൾ ചേരുമ്പോൾ ഭാഷയ്ക്ക് ഭംഗി കൂടുന്നത് കണ്ടല്ലോ. യോജിച്ച പഴഞ്ചൊല്ലുകൾ നിങ്ങളുടെ വർത്തമാനത്തിലും എഴുത്തിലും ചേർക്കാൻ ശ്രമിക്കൂ.